നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഓഫ് കോഴ്സ് മാച്ചിങ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്കറിയാം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിന് ചോദിക്കുന്നതൊക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ സ്ട്രേറ്റ് ഫോർവേഡ്, പക്ഷെ എന്താണ് കുറച്ച് കാൽക്കുലേഷൻ വർക്ക് ഉണ്ട്. മെനക്കെട്ടിരുന്ന് ചെയ്താൽ വളരെ ഉത്തരം കിട്ടും, വളരെ എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ഐ വാല്യൂസ്, കറസ്പോണ്ടിങ് എഫ് ഐ വാല്യൂസ്, ഇതൊക്കെ ഞാൻ എഴുതാൻ പോവാണ്. ഞാൻ മീഡിയനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡറിൽ എഴുതാൻ പോവാണ് കേട്ടോ. ഓർഡറിൽ എഴുതാൻ പോവാണ്. 4 ഫ്രീക്വൻസി 5 ആണ്. 5 ഫ്രീക്വൻസി F1 ആണ്. ഓക്കെ, അടുത്തത് 6 ഫ്രീക്വൻസി 1 ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ 8ൻ്റെ ഫ്രീക്വൻസി F2 ആണ്. അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ 9 ഫ്രീക്വൻസി 2 ആണ്. ഓക്കെ, പിന്നെ 11 3 ആണ്. അതുപോലെ 12 1 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. അപ്പോൾ 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 8, 9, 11, 12. ടോട്ടൽ ഫ്രീക്വൻസി അവർ പറയുന്നത് എത്രയെന്ന് പറയുന്നുണ്ടല്ലോ. സം ഓഫ് ഫ്രീക്വൻസീസ് 19 ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോഴേ, ഇവിടെ എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ 5 നമുക്കൊന്ന് ആഡ് ചെയ്യാം. അത് 5 പ്ലസ് F1 പ്ലസ് 1 പ്ലസ് F2 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 1 19 ആവണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് കാൽക്കുലേഷൻ തെറ്റിട്ടാ. 5 6 6 10 12. അപ്പോൾ F1 പ്ലസ് F2 7 കിട്ടും. F1 പ്ലസ് F2 7 ആണെന്ന് കിട്ടി. അത് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി രണ്ടാമതൊരു ഇൻഫർമേഷൻ പറഞ്ഞത് മീഡിയൻ എന്ന് പറയുന്നത് 6 ആണ്. 19 എണ്ണം ആണല്ലോ മീഡിയൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും? 19 ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 എണ്ണം. നോക്കിക്കേ, നമ്മളിത് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 9 എണ്ണം ഇവിടെ വന്നിട്ടുണ്ടാവും, 9 എണ്ണം ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 10th ഒബ്സർവേഷൻ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവാം, നമ്മളുടെ മീഡിയൻ ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ 10th എന്ന് പറയുമ്പോൾ അത് അവർ എത്ര പറയുന്നത്? മീഡിയൻ 6 ആണ്. അപ്പോൾ 6 ആണ്. ഇതാണ് നമ്മളെ മീഡിയൻ ഡയറക്റ്റ്ലി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് 10th വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് വളരെ എളുപ്പത്തിൽ നമുക്കറിയാം 10th വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടി. ഇവിടെ എത്ര ഉണ്ടാവണം? 10th വരണമെങ്കിൽ ഇവിടെ 4 എണ്ണം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായി. ഇത് 4 ആണെന്ന് മനസ്സിലായി. അതുപോലെ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇത് 3 വരണം. ഇപ്പോൾ കണക്ക് ശരിയായി നോക്കിക്കേ. ഇപ്പോൾ 5 4 ഇവിടെ 9 എണ്ണം. അതുപോലെ ഇവിടെ 3 + 2 + 3 + 1 9 എണ്ണം. ശരിയാ, 9 എണ്ണം ഇവിടെയും 9 എണ്ണം ഇവിടെ നടുവിൽ കഴിഞ്ഞു. അപ്പോൾ F1 F2 വാല്യൂസ് കിട്ടി. ഇനി അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 7F1 പ്ലസ് 9F2 ചെയ്യാം. F1 നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 ആണ്. സോ 28 പ്ലസ് 27 അത് 55 എന്ന് കിട്ടും. സോ ഇത് മാച്ച് ചെയ്യുന്നത് ഇതിലേക്കാണ്, 55ലേക്കാണ് അത് മാച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞു. ഇനി അത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയൻ, അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീന് ഒക്കെ കണ്ടുപിടിക്കാം. നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ കണ്ടുപിടിക്കാൻ FI XI ഞാൻ കണ്ടുപിടിക്കാൻ പോവാം. FI XI എന്ന് പറയുമ്പോൾ 20 വരും, 20 വരും, 6 വരും, 24 വരും, 18 വരും, 33 വരും. അതുപോലെ ഇത് 12 വരും. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 20 പ്ലസ് 20 പ്ലസ് 6 പ്ലസ് 24 പ്ലസ് 18 പ്ലസ് 33 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 19 ആണ് എന്ത് വരാൻ പോണത്? മീൻ X ബാർ വരാൻ പോണത്. X ബാർ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 40 വരുന്നുണ്ട്, 70 വരുന്നുണ്ട്, 100 വരുന്നുണ്ട്, 133. ഞാൻ ഒന്നും കൂടി ചെയ്യണം. കാൽക്കുലേറ്ററിൽ ഞാൻ ചെയ്ത് നോക്കുകയാണ്. 133 ഡിവൈഡഡ് ബൈ 19. നല്ല നമ്പർ വന്നു, ഭാഗ്യം. ദിസ് ഇസ് 133 ബൈ 19 വിച്ച് ഇസ് 7. അപ്പോൾ X ബാർ എന്ന് പറഞ്ഞ സാധനം 7 ആണേ. X ബാർ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മീൻ എന്താണെന്ന് ചോദിച്ചിട്ടില്ല. മീഡിയൻ നമുക്ക് 6 ആണെന്നറിയാം, മീന് 7 കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീനും മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീഡിയനും അതുപോലെ വേരിയൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കിനി X ബാർ എന്ന് പറഞ്ഞ സാധനം 7 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോഡുലസ് ഓഫ് XI മൈനസ് X ബാർ എഴുതാൻ പോവാണ്. ഓക്കെ, മോഡുലസ് ഓഫ് XI മൈനസ് X ബാർ. അപ്പോൾ ഇത് 3 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, അതുപോലെ ഇത് 1 ആയിരിക്കും, ഇത് 1 ആയിരിക്കും, ഇത് 2 ആയിരിക്കും, ഇത് 4 ആയിരിക്കും, ഇത് 5 ആയിരിക്കും.
അപ്പോൾ ഇനി മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ത് ചെയ്യണം? സമ്മേഷൻ എഫ് ഐ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ഐ ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കിയേ 15 ഉണ്ടാവും. അത് വേണമെങ്കിൽ ഒരു കോളം നമുക്ക് ഉണ്ടാക്കാം. എഫ് ഐ മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് വരാൻ പോണത് 15 ഉണ്ടാവും, പിന്നെ 8 ഉണ്ടാവും, 1 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, 12 ഉണ്ടാവും, 5 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 15 + 8 + 1 + 3 + 4 + 12 + 15 ടോട്ടൽ അത് ബൈ ഡിവൈഡ് ബൈ 19 ചെയ്യണം. അപ്പോൾ 15 + 8 + 1 + 3 + 4 + 12 + 15 ഡിവൈഡ് ബൈ 19 ചെയ്യണം. ഓക്കെ, മീൻ ഡീവിയേഷൻ അബൌട്ട് എക്സ് ബാറിനെ അവർ വിളിച്ചിരിക്കുന്നത് ആൽഫ എന്നാണ് കേട്ടോ. ആൻഡ് 19 ആൽഫ കണ്ടുപിടിക്കാൻ അവർ ചോദിച്ചിരിക്കുന്നത് 19 ആൽഫയാണ് ചോദ്യത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അഗൈൻ ആ കാൽക്കുലേഷൻ നമ്മൾ തെറ്റാണ്ട് ചെയ്യണം കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും അതിലില്ല. ഓക്കെ, അപ്പോൾ 30 വന്നിട്ടുണ്ട്, 15 ലാസ്റ്റ് 12 15 അല്ല കേട്ടോ, 5 ആണേ. 5 ദിസ് ഇസ് 5 ആണ്, റൈറ്റ്. ഇതെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. 20 കാണുന്നുണ്ട്, 40 കാണുന്നുണ്ട്, 48 48/19. അപ്പോൾ 48 ആണ് വരാം. 19 ആൽഫ വരാൻ പോണത് 48ലേക്കാണ് അത് മാച്ച് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആണ്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഓക്കെ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഓരോന്നിൽ നിന്നും നമ്മൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു? 7 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എം നമുക്ക് 6 ആണെന്നറിയാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എക്സ് ഐ മൈനസ് എം, ഇതൊന്നും ടേബിളിൽ എഴുതണ്ട കേട്ടോ, മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്താൽ മതിയേ. ഓക്കെ, എക്സ് ഐ മൈനസ് എമ്മിൻ്റെ ഇത് എഴുതാൻ പോകണം മോഡുലസ്. അപ്പോൾ ഇവിടെ 2 വരും, 1 വരും, 0 വരും, 2 വരും, 3 വരും, 5 വരും, 6 വരും. അതിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് വരാൻ പോണത് 10 ഉണ്ടാവും, പ്ലസ് അടുത്തത് 4, അടുത്തത് 0, അടുത്തത് 6 + 6 + 15 + 6 ഡിവൈഡ് ബൈ 19 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് അവർ ബീറ്റ എന്ന് വിളിച്ചിരിക്കുന്നത്. സോ ബീറ്റ എന്നല്ലേ വിളിച്ചിരിക്കണേ? ബീറ്റ 19 ബീറ്റയാണ് ചോദിച്ചിരിക്കുന്നത്. 19 ബീറ്റ വിൽ ബി ഇത് 15 അല്ലേ, 14 20 20 പ്ലസ് അപ്പോൾ 47 വരും. 10 + 4 + 6 + 6 + 15 + 6 47 ആണ് കിട്ടുക. 47ലേക്ക് മാച്ച് ചെയ്യാം. റൈറ്റ്, അത് കിട്ടി. ഇനി 19 സിഗ്മ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് വേരിയൻസ് ആണ്. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാം നമുക്ക്. സമ്മേഷൻ എഫ് ഐ ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, ഓക്കെ, ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ഐ. ഇതാണ് സിഗ്മ സ്ക്വയർ വരിക. ഓക്കെ, അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കിത് ഇവിടെ ചെയ്യാം. എഫ് ഐ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ ചെയ്യാം. അപ്പോൾ 9 × 5 ഇവിടെ 45 വരും. ഇവിടെ 4 × 4 16 വരും. 1 × 1 1 വരും. പിന്നെ 1 × 3 3 വരും. 4 × 2 8 വരും. 16 × 3 48 വരും. പിന്നെ 25 വരും. ഓക്കെ, അപ്പോൾ ഇത് 45 + 16 + 1 + 3 + 8 + 48 + 25 ഡിവൈഡഡ് ബൈ സം ഓഫ് ഓൾ ഫ്രീക്വൻസീസ് 19 ആണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 45 + 16 + 1 + 3 + 8 + 48 + 25 146/19 എന്നാണ് കിട്ടണേ. 146/19. നമുക്ക് കാൽക്കുലേഷൻ തെറ്റിയില്ലാന്ന് വിചാരിക്കണം. അവർ ചോദിക്കുന്നത് 19 സിഗ്മ സ്ക്വയർ ആണ്. 19 സിഗ്മ സ്ക്വയർ. 19 സിഗ്മ സ്ക്വയർ അപ്പോൾ 146 ആണ് നമുക്ക് കിട്ടണേ.
അപ്പോൾ 146 19 സിഗ്മ സ്ക്വയർ 146ലേക്ക്. ഓക്കെ, അപ്പോൾ പി മാച്ച് ചെയ്യുന്നത് 5ലേക്ക്, പി 5ലേക്ക്, ക്യൂ മാച്ച് ചെയ്യുന്നത് 3ലേക്ക്, ആറ് മാച്ച് ചെയ്യുന്നത് 2ലേക്ക്, അതുപോലെ എസ് മാച്ച് ചെയ്യുന്നത് 1ലേക്ക്. അങ്ങനെ മാച്ചിങ് ഏതാണ്? സി ആണ് ഉത്തരം. സി ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്, NCERT ലെവൽ ക്വസ്റ്റ്യൻ. പക്ഷെ എന്ത് ചെയ്യണം? നമ്മളത് ചെയ്യണം.